കട്ടപ്പന സുവർണഗിരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ബാബുവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. വെള്ളിയാഴ്ച രാത്രി 7:30-ക്കാണ് ഭാര്യ വീട്ടിലെത്തിയ കക്കാട്ടുകട സ്വദേശി കളപ്പുരയ്ക്കൽ സുബിനെ പ്രതി കോടാലിക്ക് അടിച്ചു കൊലപ്പെടുത്തിയത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന. ഗർഭിണിയായ ഭാര്യയെ കാണുവാനെത്തിയതാണ് ഇലക്ട്രിക്കൽ ജോലിക്കാരനായ സുബിൻ. വഴിയരികിൽ കാറ് പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവഴി വന്ന പ്രതി ബാബു അസഭ്യം പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. ഇതിനു പിന്നാലെയാണ് ബാബു ഇയാളുടെ വീടിനുള്ളിൽ നിന്ന് കോടാലിയെടുത്ത് സുബിനെ അടിച്ചത്. അടികൊണ്ട് നിലത്ത് വീണ സുബിന്റെ തലയ്ക്ക് വീണ്ടും കോടാലി കൊണ്ട് ആഞ്ഞടിച്ചു. സുബിന്റെ ഭാര്യ സഹോദരിയുടെ മുൻപിൽ വെച്ചായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇതിനോടകം മരിച്ചിരുന്നു. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നപ്പം അവൻ്റെ ഈ സുബിൻ കാറ് കൊണ്ടിട്ടു. സുബിൻ്റെ അമ്മായിപ്പനും ഫാദറിലോയും സുബിനും കൂടി ഇവിടെ വന്ന് അവർ വണ്ടി ഒതുക്കിയിട്ടേച്ച്. അന്നേരത്തിന് ഞാൻ ഓർത്ത് ഇവർ താഴോട്ട് വീട്ടിലോട്ട് പോകുമെന്ന് ഓർത്തെ. ഞാൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയപ്പം ഇവിടെ ആ സുബിൻ്റെ അനിയത്തി, ഭാര്യയുടെ അനിയത്തി അവിടെ വന്ന് കിടന്ന് ഒച്ചക്കിടന്ന് കാറി എൻ്റെ സുബിൻ ചേട്ടായി ഇതേ കൊല്ലുന്ന ഓടി വായൊന്നും പറഞ്ഞ് കാറിയപ്പം ഞാൻ ഓടി വന്നപ്പോഴത്തേനും അവൻ വെട്ടി കുളിച്ച് കിടക്കുകയാണ്. തലക്കെട്ട് വെട്ടേറ്റ് കിടക്കുന്ന ഭാഗമാകണ്ടേ. ഞാൻ ഓടി വന്ന് പോയി എടുത്ത് പൊക്കി മടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചെവി കൂടെ മുക്കി കൂടെ ബ്ലഡ് വന്നു. ആൾ അന്നേരം പോയി. അന്നേരം ഞങ്ങൾ ഒരു വണ്ടി വന്നു. ഞാനും ഈ തരത്തിലെ ഭർത്താവ് സുരേഷും കൂടെ കൂടിയാണ് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. അവൻ്റെ മദറിലോയും വന്നു. ഞങ്ങൾ 3 പേരും കൂടിയാണ് ആശുപത്രി. അവിടെ എത്തുന്നതിന് പൊട്ടിച്ചു. ഇയാൾ സ്ഥിരമെന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥ. വഴിയെ ഒരു മനുഷ്യർക്ക് നടക്കത്തില്ല. ഇവിടെയുള്ള അയൽവക്കക്കാർക്കൊന്നും ജീവിക്കത്തില്ല. ആകെപ്പാടെ ഇവൻ ഭയങ്കര ഒരു പ്രശ്നസന്ധ ഉണ്ടാക്കുന്നത്. എന്നെ തന്നെ കൊല്ലാൻ 2 പ്രാവശ്യം കല്ല് എടുത്തുകൊണ്ട് പുറകെ വരികയും ഞാൻ അവിടുന്ന് വണ്ടി കൊണ്ടിട്ടേച്ച എൻ്റെ അളിയൻ്റെ വീട് അവിടെ. അളിയൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വണ്ടി കൊണ്ടിട്ടേച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവൻ പുറകെ കല്ല് എടുത്തുകൊണ്ട് വരും. വലിയ കല്ല് എടുത്ത് എനിക്കിട്ട് എറിയാനായിട്ട് 2 പ്രാവശ്യം ഓങ്ങി. ഞാൻ അവകാശം തിരിഞ്ഞു നോക്കി കാരണം ഞാൻ രക്ഷപ്പെട്ടതാണ്. ഇല്ല, അവൻ എന്നെ 2 പ്രാവശ്യം നോക്കി. പിന്നെ ഇവിടെ പലരോടും അവന് ഇത് പല വഴിയെ പോകുന്ന പെണ്ണുങ്ങളോടൊക്കെ അസഭ്യം പറയുക, പെണ്ണുങ്ങളെ തുണി പൊക്കി കാണിക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ അവരെയും വഴി എന്ന് വെച്ചാൽ അസഭ്യം പറയുകയും തുണി പൊക്കി കാണിക്കുകയും എന്നോടും എല്ലാവരോടും, ഒരു മനുഷ്യനോടൊന്നല്ല എല്ലാവരോടും. ഇതിനു മുമ്പ് പിന്നെ ഈ കരോട്ടൊരു ആലപ്പാട്ട് കുഞ്ഞോഞ്ചേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയെ തലച്ചിട്ട് വെട്ടുകയും ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഒത്തിരി പേര് നടന്നു പോകുന്ന വഴിയാണ് ഇതിലെ സ്കൂൾ കുട്ടികളും പണി കഴിഞ്ഞ് പണിക്കാർ പെണ്ണുങ്ങളും എല്ലാം നടന്നു പോകുന്ന സമയമാണ്. ഇവനങ്ങനെ വട്ടവും അങ്ങനെയുള്ള കേസല്ല. ഇവന് കള്ളും കഞ്ചാവുമാണ്. ഇവന് കഞ്ചാവ് വിൽപ്പനയാണ് മെയിൻ. ഇവൻ ഈ കട്ടപ്പനയും സുവർണഗിരിയും എല്ലാം ഇവൻ കഞ്ചാവ് വിൽപ്പനയും മയക്കുമരുന്നിൻ്റെ ബിസിനസ്സാണ് ഇവന് കൂടുതൽ. ഇവൻ പിന്നെ അവിടെ എങ്ങാണ്ട് ഒരു മുളകുടെ ഒരു കട്ടപ്പനയെങ്ങാണ്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മറവിൽ എന്താ സംഭവം എന്ന് നമുക്കറിയത്തില്ല. ഇവൻ്റെ പിന്നിൽ നല്ല ബലം ഉള്ളതുകൊണ്ട് ഇവൻ്റെ പിന്നിൽ എന്തോ മറ്റേ ആരോ ഉള്ളതുകൊണ്ട് തന്നെ ഇവൻ ഇതുപോലത്തെ കളി കളിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യന് സാധാരണ ഒരു പേടിയും ഭയം ഉണ്ടാകാതിരിക്കുകയല്ലോ. മരിച്ച ആൾ ശുദ്ധനായിരുന്നു. അവന് ആരോടും ഒരു പ്രശ്നമില്ല. എപ്പോഴും ചിരിച്ച മുഖത്തോടെ നടക്കുന്നവനും ആരോടും കയറി ഒരു വഴക്കുണ്ടാക്കുക, അലമ്പുണ്ടാക്കുക, ഇന്ന് വരെ അമിതമായിട്ട് മദ്യപിച്ച് കാണുമോ അങ്ങനെയുള്ള യാതൊരു കേസും ഞാൻ കണ്ടിട്ടില്ല. നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അയൽവക്കത്തെ വീടുകൾ, ഇവിടെ ഇപ്പം അവിടുത്തെ വീട്ടിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താഴെ മുള്ളംകുഴിയിൽ എന്ന് പറഞ്ഞൊരു വീട്ടിൽ അവിടെ ചെന്ന് ചെടി വെട്ടുകയും അവരെ അസഭ്യം പറയുക, അവരെ തുണി പൊക്കി കാണിക്കുക, അവരെ പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ഉള്ളതാണ്. അവിടെയും കടന്ന് ഇവൻ കോലം കെട്ടുകയും എപ്പോഴും വഴിയെ ഡാൻസ് കളിക്കുകയും വഴിയിലൊരു വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് തള്ളി മറിക്കാൻ നോക്കുകയും അതേലോട്ട് പുല്ലും കാടും എല്ലാം പറിച്ചു വെക്കുകയും അങ്ങനെയുള്ള ഇവന് ആകുന്ന ദിവസമേ ഉള്ളൂ. അല്ലാത്തപ്പോൾ ഇവനൊരു പ്രശ്നമില്ല. ഇവനൊരു മെന്റൽ ഉള്ളവനല്ല ഇവന് കള്ളും കഞ്ചാവുമാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാബുവിനെ പിന്നീട് അതിസാഹസികമായിട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ബലപ്രയോഗത്തിനിടെ SIക്കും കോടാലി കൊണ്ട് വെട്ടേറ്റിരുന്നു. ഇന്ന് രാവിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തി തെളിവുകൾ ശേഖരിച്ചു. തുടർന്ന് വൈകിട്ട് 4:30-ഓടെ പ്രതി ബാബുവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യാതൊരു കുറ്റബോധവുമില്ലാതെ നടന്ന സംഭവങ്ങൾ ഇയാൾ പോലീസിനോട് വിവരിച്ചു. ലഹരി ഉപയോഗിച്ച ശേഷം ബാബു ആളുകളെ ആക്രമിക്കുന്നതും അസഭ്യം പറയുന്നതും സ്ഥിരമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. കട്ടപ്പന DYSP PV ബേബിയുടെ നേതൃത്വത്തിൽ SHO N സുരേഷ് കുമാറും സംഘവുമാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ റിമാൻഡ് ചെയ്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ. സ്വപ്നങ്ങൾ സാധ്യമാക്കൂ. വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന.